ബലി അർപ്പിക്കാനുള്ളതാണ്, അത് ഏൽപ്പിക്കാനുള്ളതല്ല. ചില ആൾക്കാരുണ്ട്, അച്ഛന്മാരുടെ അടുത്ത് കുർബാനയ്ക്ക് പണം കൊടുക്കും. 5 കുർബാനയ്ക്കായിരിക്കാം, 3 കുർബാനയ്ക്കായിരിക്കാം, ചിലപ്പോൾ 10 കുർബാനയ്ക്കായിരിക്കാം, ചിലപ്പോൾ 30 കുർബാനയ്ക്കായിരിക്കാം. ഈ കുർബാനയ്ക്ക് പണമെല്ലാം കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ പോകും. പിന്നീട് അവരുടെ പൊടി പോലും കാണില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അവർക്കില്ല എന്നുള്ളതാണ്. കുർബാനയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് മാത്രം അനുഗ്രഹം കിട്ടില്ല. കുർബാന, ബലി അത് അർപ്പിക്കണം. അർപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ അനുഗ്രഹവും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അച്ഛന്മാർക്ക് അല്ലെങ്കിൽ ഇടവക വികാരിമാർക്ക് നമ്മൾ കുർബാനപ്പണം കൊടുത്ത് കുർബാന ചെല്ലിക്കാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ ആ ബലിയിൽ പോയിട്ട് പങ്കെടുത്ത ആ നിയോഗങ്ങൾ സമർപ്പിച്ച് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ കുർബാനയുടെ അനുഗ്രഹങ്ങളും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പണം കൊടുക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇടവക വികാരിച്ചിൻ്റെ അടുത്ത് ആയിരിക്കില്ല. ചിലപ്പോൾ വലിയൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ കയറിയിട്ട് അവിടെ ആയിരിക്കാം നമ്മൾ ബലിക്ക് പണം കൊടുക്കുന്നത് അല്ലെങ്കിൽ കുർബാന ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ച് പിന്നെ ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അത്ര ദൂരെ പോയിട്ട് നമുക്ക് ബലി അർപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കുർബാനയ്ക്കാണോ നമ്മൾ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ബലി അർപ്പിക്കാനായിട്ട് പണം കൊടുത്തത്, അത്രയും കുർബാനകൾ നമ്മുടെ ഇടവകയിൽ നമ്മൾ ആ നിയോഗം വെച്ച് സമർപ്പിച്ച് ആ ബലി അർപ്പിക്കണം. അപ്പോൾ മാത്രമാണ് ആ കുർബാനയുടെ അനുഗ്രഹങ്ങളും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു ആത്മീയതയാണ്. അതായത് കുർബാന ചെല്ലിക്കാനായിട്ട് അച്ഛന്മാരെ ഏൽപ്പിക്കുന്നു. അച്ഛന്മാർ ആ കുർബാന ചെല്ലുന്നു. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുർബാനയിൽ പങ്കെടുത്ത് അതേ നിയോഗങ്ങൾ വെച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ മേടിക്കുന്നു. ഇത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. കാരണം കുർബാന അല്ലെങ്കിൽ ബലി അർപ്പിക്കാതെ നമുക്ക് എന്തായാലും അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് പോകുന്നില്ല. ഇനി ഇതിന് പുറമെ അച്ഛന്മാർ കുർബാന ചെല്ലുന്ന ആ സമയം എപ്പോഴാണെന്ന് അച്ഛന്മാരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അതും വലിയൊരു അനുഗ്രഹമാണ്. ആ സമയത്ത് നമുക്ക് ആ കുർബാന ഒരുപക്ഷെ പങ്കെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. നമ്മൾ വേറെ കുർബാനയിലായിരിക്കാം അതേ നിയോഗം വെച്ച് പങ്കെടുത്തിട്ടുണ്ടാകുക. പക്ഷെ ആ സമയം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാർ കുർബാന ചെല്ലുന്ന അതേ സമയത്ത് ആത്മനാൽ അവരോട് ചേർന്ന് ബലിയർപ്പിക്കാൻ പറ്റും. അപ്പോൾ അച്ഛന്മാർ കുർബാന ചെല്ലുന്ന ആ സമയം, ആ മണിക്കൂർ പ്രാർത്ഥിക്കുന്ന സമയമാക്കി മാറ്റുക. അതൊരു പ്രാർത്ഥന മണിക്കൂറാക്കി മാറ്റുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആത്മനാൽ ബലി അർപ്പിച്ചത് കൊണ്ട് കാര്യമായിട്ടില്ല. ശരീരത്തിൽ നമ്മൾ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ബലിയർപ്പിക്കണം. അതിന് പുറമെ അച്ഛന്മാർ ബലിയർപ്പിക്കുന്ന അതേ സമയത്ത് നമ്മൾ ആത്മനാൽ അവരോട് ചേരുന്നത് അതൊരു നല്ല കാര്യമാണ്, ഒരു നല്ല ആത്മീയതയാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയെ ദൈവം കാണുന്നത്. ഇത് പൈസ കൊടുത്തിട്ട് കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല. പണത്തിന് അവിടെ പ്രാധാന്യമില്ല. വിശുദ്ധിയിലൂടെ നമ്മൾ അർപ്പിക്കുന്ന ബലിക്കാണ് അവിടെ പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, ആത്മീയതയിൽ ആത്മാർത്ഥത അത് ദൈവം നോക്കിക്കാണുന്ന വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 54-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയുന്നത്: ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ബലിയർപ്പണമില്ലേ, അത് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു ബലിയർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയതയിൽ വലിയ ആത്മാർത്ഥത നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.